RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ. പൊൻകുന്നം RSS മുൻ താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖ് KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മുകേഷ് മുരളി, കാർത്തിക്, റിയാസ് ഖാൻ എന്നിവരാണ് പ്രതികൾ. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെയാണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. ഇന്ന് ശിക്ഷാവിധിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് കോടതി ചേർന്നതിന് ശേഷം ശിക്ഷ വിധിക്കുകയായിരുന്നു. 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയുമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള കുറുക്കൻ കണ്ണൻ എന്ന് വിളിക്കുന്ന മുകേഷ് മുരളി, കാർത്തിക്, റിയാസ് ഖാൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള കേസ് വകുപ്പുകൾ പ്രകാരമാണ് വിധിച്ചിരിക്കുന്നത്. IPC 307, 326, 324, 34 വകുപ്പുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നത്. 2018 ജൂൺ 8-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് പൊൻകുന്നം RSS മുൻ താലൂക്ക് ശാരീരിക ശിക്ഷ പ്രമുഖായിരുന്ന KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. കൈക്കും കാലിനും വെട്ടേറ്റിരുന്നു. ഒപ്പം തന്നെ വെട്ടേറ്റ് കാലിങ്ങനെ അറ്റുപോകുന്ന നിലയിലായിരുന്നു KJ രമേശ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ അന്നത്തെ CPM ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും CITU ഏരിയ കമ്മിറ്റിയും അംഗവുമായിരുന്നു ഈ പ്രതിയായിട്ടുള്ള മുകേഷ് മുരളി എന്ന് പറയുന്നത്. പിന്നീട് ആളെ പിടികൂടുകയും ഇപ്പോൾ ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കി ഇപ്പോൾ വിചാരണ കോടതി, സെഷൻസ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇവർക്ക് 7 വർഷം കഠിന തടവും അതുപോലെ തന്നെ 75,000 രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രതി CPM ചെറുവള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ തന്നെ CITUയുടെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു ഈ മുകേഷ് മുരളി എന്ന് പറയുന്നത്. വീടിന് സമീപമുണ്ടായിരുന്ന ഒരു സംഘർഷത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വെട്ടേറ്റത്. പക്ഷേ ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും കൂടാതെയുള്ള ഒരു ആക്രമണമായിരുന്നു സംഭവത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ നേരത്തെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ RSS BJP നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഈ പ്രകോപനം ഏതുമില്ലാതെ നടന്നൊരു ആക്രമണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഈ RSS പ്രവർത്തകന് നേരെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ കേസിൽ 2018 നടന്ന കേസിൽ ഇപ്പോൾ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 7 വർഷം കഠിന തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. 75,000 രൂപ പിഴയായും ചുമത്തേണ്ടതുണ്ട്.